റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ പ്രശംസിച്ചതിൽ ഡിവൈഎസ്ഐക്കെതിരെ നിയമ നടപടിക്ക് കോൺഗ്രസ്. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത്. സർവീസ് ചട്ടം ലംഘിച്ചതായി പരാതിയിൽ പറയുന്നു. ദിവ്യയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്നും കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ദിവ്യയുടെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നമുക്കൊപ്പം റോഷിപാൽ, സർവീസ് ചട്ടത്തിലെ ഏത് വകുപ്പനുസരിച്ചാണ് ദിവ്യക്കെതിരായ നിയമ നടപടി തുടങ്ങാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്? സുജയ പാർവതി, സിവിൽ സർവീസ് ചട്ടമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ പരസ്യ അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ അതിൽ തടസ്സമുണ്ട്. അങ്ങനെയുള്ള ചട്ടം കൃത്യമായി ലംഘിച്ചിരിക്കുകയാണ് ദിവ്യ അയ്യർ എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. അതുകൊണ്ട് പരസ്യമായ വിമർശനങ്ങൾ എല്ലാ നേതാക്കളും ഉയർത്തിയില്ലെങ്കിലും അതിൽ കെ മുരളീധരൻ, VM സുധീരൻ, PJ കുര്യൻ അടക്കമുള്ള ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെയുള്ള ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് പരസ്യമായി ദിവ്യ അയ്യരെ വിമർശിച്ച് രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് G കാർത്തികേയൻ്റെ കുടുംബം എന്ന നിലയിൽ ആ കുടുംബത്തോടുള്ള ആഭിമുഖ്യം കാരണമാണ് തങ്ങൾ ദിവ്യ അയ്യരെ പരസ്യമായി വിമർശിക്കാത്തത് എന്ന വിശദീകരണമാണ് പല നേതാക്കളും സ്വകാര്യമായെങ്കിലും പറയുന്നത്. പക്ഷേ ദിവ്യ അയ്യർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അതിൻ്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പരാതി, അത് കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനുമൊക്കെ ചീഫ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയത്. ആ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. ഇനി ദിവ്യ അയ്യർ പരസ്യമായ നിലപാട് സ്വീകരിച്ചാൽ സമാനമായ രീതിയിൽ കെ രാഗേഷിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ CPM-ന് അനുകൂലമായ അഭിപ്രായ പ്രകടനം നടത്തിയാൽ കടുത്ത രീതിയിൽ പരസ്യമായി പ്രതികരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണ് ഇങ്ങനെ ഒരു അഭിനന്ദനം കെ രാഗേഷിന് അനുകൂലമായി ദിവ്യയുടെ ഭാഗത്തുണ്ടായത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിരീക്ഷിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ശബരിനാഥൻ്റെ ജീവിത പങ്കാളിയായ ദിവ്യ അയ്യരുടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അത് കോൺഗ്രസിന് വലിയ തരത്തിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നടക്കമുള്ള വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ചില നേതാക്കളെങ്കിലും തൽക്കാലത്തേക്ക് അത് അവഗണിക്കണം എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നവരുണ്ട്. അവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനമാണ്, അഭിപ്രായ പ്രകടനം നടത്തട്ടെ, അതിൽ നമ്മൾ ഒന്നും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം എന്ന അഭിപ്രായത്തോട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനി ദിവ്യ അയ്യർ സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. സുജയ, നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ദിവ്യ അയ്യരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട് അതോടൊപ്പം.